നോമിനേഷൻ തുടങ്ങിയിരിക്കുകയാണ്. ഈ നോമിനേഷനിൽ ശരിക്കും പറഞ്ഞ ബിഗ് ബോസും അനീഷും ഞെട്ടിച്ചു എന്ന് എടുത്തു പറയണം. കാരണം നോമിനേഷൻ വെറൈറ്റി രീതിയാണ് ഈ സീസണിൽ ഉടനീളം നോക്കുമ്പോൾ ഇത്തവണത്തെ. അതായത് ആരെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും എവിടെ നിൽക്കുമ്പോൾ വേണമെങ്കിലും എവിടെ ഇരിക്കുമ്പോൾ വേണമെങ്കിലും എവിടെ കിടക്കുമ്പോൾ വേണമെങ്കിലും ബിഗ് ബോസ് നോമിനേറ്റ് ചെയ്യാനായിട്ട് പറയും. ആ സമയത്ത് ആ സ്പോട്ട് ചെയ്തിരിക്കണം. ഇതിൽ എല്ലാവരും ലിവിംഗ് റൂമിൽ വിളിച്ചു വരുത്തിയിട്ട് ബിഗ് ബോസ് കാര്യങ്ങൾ പറഞ്ഞിട്ട് എഴുന്നേറ്റ് പൊക്കോളാൻ പറഞ്ഞു. എല്ലാവരും എഴുന്നേറ്റ് പോയി കഴിഞ്ഞ് സഡനായിട്ട് തന്നെ അവിടെ ഹാളിൽ നിന്ന് അനീഷിന്റെ അടുത്ത്, അനീഷ് നിങ്ങൾ ആരെയാണ് നോമിനേറ്റ് ചെയ്യുന്നതെന്ന് ചോദിക്കുക. ആദ്യം തന്നെ അനീഷിനെ വിളിച്ചു എന്ന് തന്നെ എടുത്തു പറയണം കേട്ടോ. അപ്പോൾ അനീഷ് തുറന്നടിച്ചു പറഞ്ഞ് കൃത്യമായിട്ട് പറയണമല്ലോ, അനീഷ് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നോമിനേഷനാണ് ഇത്തവണ ചെയ്തിരിക്കുന്നതെന്ന് എടുത്തു പറയേണ്ടി വരും. കാരണം അനീഷ് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് ഒന്ന് സാബുമേനയും അതോടൊപ്പം തന്നെ നൂറയുമാണ്. കാരണം ബിഗ് ബോസ് എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവിടെ നിൽക്കാനായിട്ട് യോഗ്യതയില്ലാത്തവരെ നിങ്ങൾ നോമിനേറ്റ് ചെയ്യുക, അല്ലാതെ ഉള്ള കാര്യങ്ങളെല്ലാം വിട്ടുകൊണ്ട് നിങ്ങൾ നോമിനേറ്റ് ചെയ്യുക, അർഹതപ്പെട്ടവരെ മാത്രം അവിടെ നിർത്തുക എന്നുള്ള തരത്തിൽ ബിഗ് ബോസ് എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും അനീഷിന്റെ നോമിനേഷൻ കിടിലമായിരുന്നു എന്ന് പറയാൻ വയ്യ. കാരണം സാബുമേനയും നൂറയുമാണ് അനീഷ് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി മറ്റുള്ളവരെ എപ്പോൾ വേണമെങ്കിലും ഏത് നിമിഷം വേണമെങ്കിലും ബിഗ് ബോസ് വിളിക്കും, ആ സമയത്ത് നോമിനേറ്റ് ചെയ്തോളാം. എന്തായാലും ആദ്യത്തെ അനീഷിന്റെ നോമിനേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. ബിഗ് ബോസ് ആദ്യം അനീഷിനെ വിളിച്ചു. അനീഷ് കൃത്യവും വ്യക്തവുമായിട്ടുള്ള കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ സാബുമേനയും നൂറയും നോമിനേറ്റ് ചെയ്തിരിക്കുകയാണ്. കൂടുതൽ BB അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരും.